ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 30 വയസ്സ് എന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ്. കൂടുതൽ പക്വതയും സാമ്പത്തിക ഭദ്രതയും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്തുമൊക്കെ കിട്ടുന്നത് ഈ പ്രായത്തിലാണ്. പക്ഷേ ഇതേ പ്രായത്തിലാണ് നമ്മുടെ ശരീരവും ചില മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നത്. 30കളിലേക്ക് കടക്കുമ്പോൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട, തീർച്ചയായും ചെയ്യേണ്ട ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു മുന്നറിയിപ്പല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാനുള്ള ചില സ്നേഹത്തോടെയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. നമുക്ക് നോക്കിയാലോ? ആദ്യത്തെ കാര്യം അസ്ഥികളുടെ സംരക്ഷണമാണ്. 30 വയസ്സ് കഴിയുന്നതോടെ സ്ത്രീകളിൽ അസ്ഥികളുടെ സാന്ദ്രത അഥവാ ബോൺ ഡെൻസിറ്റി കുറയാൻ തുടങ്ങും. ഭാവിയിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ഇപ്പോൾ മുതൽ കാൽസ്യം, വിറ്റമിൻ ഡി എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. പാൽ, തൈര്, റാഗി, ഇലക്കറികൾ എന്നിവ ശീലമാക്കുക. രാവിലെ അല്പം വെയിൽ കൊള്ളുന്നതും വളരെ നല്ലതാണ്. പലരും വിചാരിക്കാറുണ്ട് പ്രായമാകുമ്പോൾ വണ്ണം കുറയ്ക്കാൻ വെറുതെ നടന്നാൽ മതിയെന്ന്. എന്നാൽ 30-ന് ശേഷം നമ്മുടെ ശരീരത്തിലെ മസിൽ മാസ് കുറയാൻ തുടങ്ങും. ഇത് മെറ്റബോളിസം കുറയ്ക്കും. അതുകൊണ്ട് ആഴ്ചയിൽ കുറഞ്ഞത് 2 ദിവസമെങ്കിലും ചെറിയ രീതിയിലുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് അഥവാ വെയ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ശരീരം ടോൺ ചെയ്തു നിർത്താൻ സഹായിക്കും. നമ്മൾ കുടുംബത്തിലെ എല്ലാവരുടെയും കാര്യം നോക്കും, പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ മടി കാണിക്കും. 30 കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ അടിസ്ഥാന ബ്ലഡ് ടെസ്റ്റുകൾ, തൈറോയിഡ്, വിറ്റാമിൻ ഡെഫിഷ്യൻസി, പ്രമേഹം ചെയ്യണം. കൂടാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പാപ്പ് സ്മിയർ ടെസ്റ്റും മാമോഗ്രാമും അല്ലെങ്കിൽ സ്വയം സ്ഥാന പരിശോധനയും കൃത്യമായി ചെയ്യുക. രോഗങ്ങൾ വരാതെ തടയാൻ ഇതാണ് ഏറ്റവും നല്ല വഴി. ഈ പ്രായത്തിലാണ് ചർമ്മത്തിൽ ചുളിവുകളും കറുത്ത പാടുകളും വീഴാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് ഒരു സിമ്പിൾ സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. വീടിന് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ നിർബന്ധമാക്കുക. രാത്രി കിടക്കാൻ നേരം ചർമ്മത്തിന് ഈർപ്പം നൽകുന്ന നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഒപ്പം ധാരാളം വെള്ളം കുടിക്കാനും മറക്കരുത്. ജോലി, കുടുംബം, കുട്ടികൾ, ഇതിനിടയിൽ സ്ത്രീകൾ സ്വന്തം സന്തോഷം മറന്നുപോകാറുണ്ട്. മാനസിക സമ്മർദ്ദം ശരീരത്തെയും ബാധിക്കും. അതുകൊണ്ട് ദിവസവും കുറഞ്ഞത് 15-20 മിനിറ്റ് നിങ്ങൾക്ക് മാത്രം മാറ്റിവെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഹോബി ചെയ്യാനോ ധ്യാനിക്കാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ ഈ സമയം ഉപയോഗിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, 30കൾ എന്ന് പറയുന്നത് പ്രായമാകുന്നതിൻ്റെ തുടക്കമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച പതിപ്പായി മാറാനുള്ള സമയമാണ്. സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു ആവശ്യമാണ്. നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാലേ കുടുംബത്തെയും നന്നായി നോക്കാൻ കഴിയൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരികൾക്കും പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നൽകാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.